ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാസ്ത റെസിപ്പിയാണ് ബട്ടർ ചിക്കൻ പാസ്ത. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 കപ്പ് പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനായി ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം. ഇനി ഇത് നമ്മൾക്ക് മസാല പിടിക്കാനായി മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വേവുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. പാസ്തയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പാസ്തയും ന്യൂഡിൽസും എല്ലാം വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ബട്ടർ ചിക്കൻ മസാല ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 കാഷ്യൂനട്ട്, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയും തക്കാളിയെല്ലാം ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി വെക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമ്മൾക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി കൂടി നമ്മൾക്ക് ചേർക്കാം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബട്ടർ ചിക്കൻ മസാലയ്ക്കൊക്കെ കസൂരി മേത്തി നമ്മൾ എന്തായാലും ചേർത്തിരിക്കേണ്ടതാണ്. ഇനി നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. മസാല തണുക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്.
ചിക്കനിൽ നിന്നെല്ലാം നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമെല്ലാം നന്നായി വറ്റി ചിക്കൻ ഒന്ന് വെന്ത് വരണം. ഒന്നുകൂടി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി ഇത് നമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കൻ മസാലയെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇതിലേക്ക് മസാല അരയാൻ ആവശ്യമായി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ മസാല അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബട്ടർ ചിക്കൻ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾക്ക് പാസ്തയിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചൂടായ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മൈദയുടെ പച്ചമണമെല്ലാം മാറി നന്നായി ഒന്ന് വഴന്നു വരണം. കരിഞ്ഞു പോവാൻ പാടില്ല. ഇപ്പോൾ മൈദയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാല് ചേർക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാലും മൈദയുമെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് കൈയെടുക്കാതെ പാലൊന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ പാലെല്ലാം നന്നായി തിളച്ച് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയും വൈറ്റ് സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ബട്ടർ ചിക്കൻ മസാല ചേർക്കാം. ഇനി ഈ സോസും മസാലയും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബട്ടർ ചിക്കൻ സോസ് ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പാസ്തയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലിടാൻ ശ്രദ്ധിക്കുക. സോസും പാസ്തയും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ചീസിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് മൊസറല്ല ചീസ് കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ബട്ടർ ചിക്കൻ പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ബട്ടർ ചിക്കൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ബട്ടർ ചിക്കൻ പാസ്ത കൂടി ആയാലോ, നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.